നമസ്കാരം. ഞാൻ ബിജി ഷോളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഒരു ആഴ്ചയിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കറണ്ട് ഒരു ട്രെൻഡ്, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യണം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒക്കെ മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിൽ ലോങ് ടൈം വ്യൂ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കൊരു ലോങ് ടൈം വ്യൂ ക്ലിയർ ആയാലാണ് നിങ്ങളതിൽ ആ ഒരു ഷോർട്ട് ടൈം വ്യൂ, ഷോർട്ട് ടൈം ട്രേഡിങ് ഓപ്പർച്യൂണിറ്റികൾ എക്സെറ്റ് ആവുകയുള്ളൂ. അപ്പൊ നിഫ്റ്റിയിലായാലും നമ്മളത് സൂചിപ്പിച്ചിരുന്നു. നമ്മളത് കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ വാർണിംഗ് തന്നതാണ്. നിഫ്റ്റിയിൽ തന്നെ 22,700 എന്ന് പറയുന്ന റേഞ്ച്, ആ റേഞ്ച് പ്രോഫിറ്റ് ബുക്കിംഗ് വരാനായിട്ടൊരു സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു റേഞ്ചിൽ ബൈര പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകത സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റിയിൽ ഒന്ന് രണ്ട് തവണ അതിൻ്റെ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കിയെങ്കിൽ അത് ഫെയിലിയർ ആയിരുന്നു. നമ്മൾ തന്നിരുന്ന റെസിസ്റ്റൻസ്, നമുക്ക് ലാസ്റ്റ് ദിവസം തന്നിരുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ തന്നിരുന്ന റെസിസ്റ്റൻസ് 22,775 റെസിസ്റ്റൻസ് തന്നിരുന്നത്. അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസിനെ കുറിച്ച് നമ്മളത് പറഞ്ഞിരുന്നത്, ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം വീണ്ടും ഇതിന്റെ മുകളിലേക്ക് താഴത്തേക്ക് വന്നാലും നിഫ്റ്റിയുടെ സെൽ ആക്റ്റീവ് ആകുമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ ഒരു റെസിസ്റ്റൻസ് അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. നിഫ്റ്റി ആയാലും ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാൽ മാത്രമാണ് ഇനി അടുത്തൊരു ബൈഡർ സെന്റിമെന്റിൽ നിഫ്റ്റിയിൽ ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് 22,700 മാത്രമല്ല, ഹയർ ലെവലിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ മുകളിലും സസ്റ്റെയിൻ ചെയ്താലാണ് ആ ഒരു സ്ട്രെങ്ത് മാർക്കറ്റിൽ ലഭിക്കുക. മാത്രമല്ല, നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡയറക്ഷൻ പറയുമ്പോഴും നമ്മളത് സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയുടെ ലോവർ ലെവലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇനി 22,400 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത്. നിങ്ങൾ മെയ് 2 നൽകിയിരിക്കുന്ന വീഡിയോ ശ്രദ്ധിക്കാം. അതിൽ എക്സാക്ട് ആയിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിഫ്റ്റിയിലും മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇനി 22,400 അല്ല, 400ന്റെ ഒരു താഴെയാണ് സപ്പോർട്ട്. അതായത് 350 ഹോൾഡ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ഒരു മുകളിലേക്ക്, അതായത് 400ന്റെ താഴെയാണ് മേജർ ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഇപ്പൊ നിഫ്റ്റി ആയാലും കഴിഞ്ഞ ദിവസത്തിൽ വന്നിരിക്കുന്ന ഒരു ലോ എത്രയാണെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് ഒക്കെ തന്നെ നൽകിയിരുന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. ലോവർ ലെവൽ സപ്പോർട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിരുന്നു. കാരണം മെയ് 2 വീഡിയോസിൽ നമ്മൾ വളരെ എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലിൽ ചെയ്യേണ്ട രീതികളെ കുറിച്ച് നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിഫ്റ്റി ആയാലും അവസാനത്തെ ഒരു സെക്ഷനിലായാലും നിഫ്റ്റി ആയാലും ക്ലോസ് ചെയ്തിരിക്കുന്നത് മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ നിന്നാണ് ഇതൊരു ബൗൺസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ആയാലും ഒരു സെൽ ആക്റ്റീവ് ആയിരിക്കുന്നത് മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഒരു സെൽ ആക്റ്റീവായി. അപ്പൊ അതിനുശേഷമായാലും നിഫ്റ്റി ആയാലും നല്ലൊരു സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസും കിട്ടി. അതിലൊരു മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. വരും ദിവസത്തിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്ത് നോക്കുക. എക്സാക്ട് ആയിട്ട് 710 ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം 22,635 ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്തു. അതിനുശേഷം 575 സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്തു. അതിനുശേഷം എപ്പോഴും ശ്രദ്ധിക്കുക, ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഒരിക്കലും നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് കൂടി അത് ശ്രദ്ധിക്കുക. അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ഒരു ലെവല് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റി 400ന്റെ അടുത്താണ് സപ്പോർട്ട് നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. അപ്പൊ 400ന്റെ അടുത്തല്ല, 400 താഴെ, 400 താഴെ സെയിം ഇൻട്രാഡേയിൽ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. അപ്പൊ നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ നമുക്കത് മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് ശ്രദ്ധിക്കാം. നിഫ്റ്റി ആയാലും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നിഫ്റ്റി ആയാലും 22,350, 400 ഈ ഒരു ലെവലിലൊക്കെ ശ്രദ്ധിക്കണം. ഈ ലെവലിൽ സപ്പോർട്ട് ഏരിയ ഉണ്ട്. പക്ഷെ ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രഷറും മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ റൈറ്റ് റെസിസ്റ്റൻസ്, റൈറ്റ് സപ്പോർട്ട് നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമുക്കൊരു പൊസിഷൻ വ്യൂ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിൽ നിന്ന് ഒരു ഫാള് വന്നു. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ നിന്നുള്ളൊരു ബൗൺസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. 400ന്റെ അടുത്ത് സപ്പോർട്ടാണ്. പക്ഷെ 400 താഴെയാണ് അവർ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സൂചിപ്പിച്ചാണ്. പക്ഷെ ഇനി നിഫ്റ്റി 22,400 താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ, ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആണ്. 22,200 ടെസ്റ്റ് ചെയ്യും. ഈ ഒരു ലെവലിന്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്.
നിഫ്റ്റിയിൽ നിലനിർത്തേണ്ട സപ്പോർട്ട് ഈ ഒരു ഏരിയ കുറച്ചൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. അത് വരും ദിവസങ്ങളിൽ നിലനിർത്തുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നിഫ്റ്റിയിലായാലും മാനേജ് ചെയ്യുമ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 22,450 450ന്റെ മുകളിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. 450ന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 450ന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ വീക്ക്നെസ് ആണ്, ഷോർട്ട് സെല്ലാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 22,350 സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് വർക്ക് ചെയ്യേണ്ടത് 350 400 എന്ന് പറയുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് 22,350 ഹോൾഡ് ചെയ്തുകൊണ്ട് 400ന്റെ താഴത്തേക്ക്, ഇനി 400ന്റെ താഴത്തേക്ക് വന്നാലും 350 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 22,400 താഴെയാണെങ്കിൽ തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട്, 350 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഉണ്ട്. 350 കൂടി ബ്രേക്ക് ചെയ്താലാണ് വീക്ക്നെസ്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. വീണ്ടും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ 350 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 300 സപ്പോർട്ട് ഉണ്ട്, 22,275 സപ്പോർട്ട് ഉണ്ട്, 22,200 സപ്പോർട്ട് ഉണ്ട്, 22,205 സപ്പോർട്ട് ഉണ്ട്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 22,540 താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ബൈ ഓപ്പർച്യൂണിറ്റി 540 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ്. 540 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈമിലെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 580 റെസിസ്റ്റൻസ് മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്യണം സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ. 580 മുകളിലേക്ക് ബൈ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. തിരിച്ച് 580 താഴത്തേക്ക് വന്നാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, പൊസിഷൻ കവർ ചെയ്യണം, ഷോർട്ട്സ് എല്ലാം ആക്റ്റീവ് ആവും. ഇതിന്റെ താഴത്തേക്ക് 540 താഴത്തേക്ക് നിലനിർത്തിയ വീണ്ടും വീക്ക്നെസ് ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോർട്ട് സെല്ലാണ് സാധ്യത. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. ഇപ്പൊ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ ഒരു ക്ലോസിങ് എവിടെ നിലനിൽക്കുന്ന അടിസ്ഥാനമാക്കിയായിരിക്കും വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും ട്രെൻഡ് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഒക്കെ നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിങ് കുറച്ചൊരു വീക്ക്നെസ് ആണ്. അതായത് 49,000 താഴത്തേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 49,000 നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. 49,060 റെസിസ്റ്റൻസ് സപ്പോർട്ട്, അതുപോലെ തന്നെ 49,000 താഴത്തേക്കും നിലനിർത്തിയ വീക്ക്നെസ് ആണ്. പക്ഷെ ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചായിരുന്നു. അതിനുശേഷം വീണ്ടും സെൽ ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും എക്സാക്റ്റായിട്ട് വർക്ക് ചെയ്ത് നോക്കുക. എപ്പോഴും ഓപ്പണിംഗിൽ പറയുന്ന റെസിസ്റ്റൻസ് തുടക്കത്തിൽ ഒരു അപ്പ് മൂവ്മെന്റ് ഉണ്ടായിരിക്കും. റെസിസ്റ്റൻസിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, 410 മുകളിൽ. എക്സാക്റ്റ് ആയിട്ട് അടുത്ത റെസിസ്റ്റൻസ് വരെ 49,600 റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. 600ന്റെ അടുത്ത് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാകും. എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലാണ് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തത്. അതിനുശേഷം അതിൽ ഈ 410 സപ്പോർട്ടിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്തപ്പോൾ ഷോർട്ട് സെൽ ആക്റ്റീവായി. അടുത്തൊരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തു, 49,060 സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തു. എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യും. നൽകുന്ന ഒരു സപ്പോർട്ടുകളായാലും കേസ് ഏതെങ്കിലും ഒരു ദിവസങ്ങളായാലും അത് വർക്ക് ചെയ്തില്ലെങ്കിലും എക്സാക്റ്റ് ആയിട്ട് വരും ദിവസങ്ങളിൽ വർക്ക് ചെയ്യും. ഫിനിഫ്റ്റി നമുക്ക് നോക്കാവുന്നതാണ്. ഫിനിഫ്റ്റി ആയാലും വരും ദിവസങ്ങൾ ഫിനിഫ്റ്റി ആയാലും ശ്രദ്ധിക്കുക, തുടക്കത്തിൽ റെസിസ്റ്റൻസിന്റെ മുകളിലായിരുന്നു. പക്ഷെ അതിന്റെ താഴത്തേക്ക് വന്നപ്പോൾ സെൽ ആക്റ്റീവായി. അടുത്തൊരു സപ്പോർട്ടുകളൊക്കെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഫിനിഫ്റ്റി നിലനിൽക്കുന്നത്. ഫിനിഫ്റ്റിയിൽ 21,750 കുറച്ചൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. പക്ഷെ വരും ദിവസങ്ങളിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ബാങ്ക് നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിലെ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ ഏതാണ് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് 49,240 റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ഷോർട്ട് സെല്ലിന് വെയിറ്റ് ചെയ്യണം. ബാങ്ക് നിഫ്റ്റി കുറച്ചൊരു വീക്ക്നെസ് ആയിട്ടുണ്ട്. ഷോർട്ട്സിന്റെ റൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യാം. 49,000 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആകും. അടുത്തൊരു സപ്പോർട്ട് ലെവല് ടെസ്റ്റ് ചെയ്യാൻ 48,700. 48,700 ബ്രേക്ക് ചെയ്താൽ 48,500, പിന്നെ 48,350. ഓപ്പൺ ചെയ്യുന്നത്
സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ 49,000 മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 48,240 റെസിസ്റ്റൻസ് ആണ്. വീണ്ടും തിരിച്ച് താഴത്തേക്ക് വന്നാലാണ് ഷോർട്ട് സെൽ ആക്റ്റീവ് ആകുന്നത്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വീക്ക്നെസ് ആണ്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 48,700 സപ്പോർട്ട്, ലോവർ ലെവൽ സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. 48,350 വരെ ലോവർ ലെവൽ സപ്പോർട്ട്. ഇപ്പോൾ ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിനെ വരുന്ന ദിവസങ്ങൾ ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഫിൻ നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ഫിൻ നിഫ്റ്റിയുടെ ഹയർ ലെവൽ റെസിസ്റ്റൻസ് 22,000 ആണ്. 21,900 ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് തന്നെ ഇമ്പോർട്ടൻസ് നൽകുക. 100 പോയിന്റ് ഗ്യാപ്പിലാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നിലനിൽക്കുന്നത്. 21,800 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് 800ന്റെ അടുത്ത് നിന്ന് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 800ന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട്സിൽ 800 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. വൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ്. ഇതൊരു ചെറിയൊരു റേഞ്ച് ആണ്. 900ന്റെ മുകളിലായാലും 22,000 റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് 21,800ന്റെ താഴെയാണ്. 21,800ന്റെ തൊട്ട് താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുക. 21,740 അടുത്ത സപ്പോർട്ട്. അതിനുശേഷം 21,600 630 ആണ്. 600ന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയാൽ കൂടുതൽ വീക്ക്നെസ് ആണ്. അപ്പൊ ഈ ഒരു ലെവലിനെ മാനേജ് ചെയ്യേണ്ടത് 600ന്റെ താഴത്തേക്ക് വന്നാലും 630ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ അല്ലെങ്കിൽ ഷോർട്ട്സിന്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സിറ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളിലെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും ക്ലിയർ ഷെയർ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.